അമ്മ വരുന്നു, ഇവള് പോകുന്നു. എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? പോരാ, അങ്ങനെ പോരാ മന. അപ്പനില്ലാണ്ട് എന്ത്, അപ്പനില്ലാതെ എന്ത് ചോറ് കൊടുക്കൽ. ആറാം മാസത്തിലെ ചോറൂണ് അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിന്റെ ഉത്തരവാദിത ഇവിടെ നിൽക്കുന്നുണ്ട്. അത് പറഞ്ഞു കൊടുത്താട്ടെ, എന്ന് പറഞ്ഞു കൊടുത്താട്ടെ. പറയൂ എന്താ? ഇതാണ് എന്റെ ബാധ്യതയുടെ ലിസ്റ്റും തീർക്കേണ്ട കടങ്ങളും എല്ലാം കൂടി ഞാനിതാ ഇവിടെ ഏൽപ്പിക്കലാണ്. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എച്ചൂട്ടാ പറഞ്ഞ ഞാൻ മറന്നുപോയടാ. നിനക്ക് സ്വാഗതം പറയാൻ ആയില്ലല്ലോ, കുറച്ചുകൂടി കഴിയട്ടല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവർക്കൊക്കെ വളരെ സന്തോഷമുള്ള, ഇത് ഇവരുടെയൊക്കെ മുഖത്ത് കണ്ടാൽ അറിയാം നല്ല സന്തോഷത്തോടെ നിൽക്കുന്ന, ഇവർക്കൊക്കെ വളരെ വളരെ ഹാപ്പി ആകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത്. വേറൊന്നല്ല, ഞാൻ നാളെ മുതൽ ഇവിടെ 2 ആഴ്ചത്തേക്ക് ഉണ്ടാവില്ല, ഞാൻ വേറെ സ്ഥലം വിടലാന്ന് ഇടുന്നത്. പൊട്ടനും പോയി അല്ലേ. വേറൊന്നല്ല, ഞാൻ അതായത് ഈ വീഡിയോ എടുക്കുന്നതിന്റെ പിറ്റേ ദിവസം മുതൽ 2 ആഴ്ച 2 ആഴ്ച തേച്ചില്ല, 10, 12, 13 ദിവസത്തേക്ക് ആയില്ലേ, 2 ആഴ്ച തന്നെ. 2 ആഴ്ച തന്നെ ഞാനിവിടെ സ്ഥലത്ത് ഉണ്ടാവില്ല. എനിക്ക് വേറൊരു ചെറിയൊരു ആവശ്യമായിട്ട് ഞാനിങ്ങനെ പോക്കാന്ന്, ജോലിയുടെ ഭാഗമായിട്ട് തന്നെ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും പോകാണ്ടിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എനിക്ക്. പക്ഷെ ആരും വിട്ട് പിരിയാനുള്ളൊരു 2 ദിവസം പോലും എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. പക്ഷേ ഇതങ്ങനെ ഇതായിപ്പോയി, അത്യാവശ്യ ഘട്ടമായിപ്പോയി, അതുകൊണ്ട് ഞാൻ പോക്കാന്ന്. അതൊന്ന് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മളെ കുറച്ച് കാര്യങ്ങളും ഇത് എല്ലാം പറയാന്ന് വിചാരിച്ചു ഇന്നത്തെ. നീ ഹാപ്പി അല്ലേ? അൻവി ഇടിയില്ല കേട്ടോ, അൻവി സ്കൂളിൽ പോയടിക്കാനുള്ള, അല്ലെങ്കിൽ ഓനിപ്പോ കരഞ്ഞു മെഴുകിയാണ് ഇടുന്നത്. സയ്യപ്പ പോലെ പറഞ്ഞാ നമ്മള് കറങ്ങാൻ പോക്കില്ലല്ലോ, ഇപ്പൊ കറങ്ങാൻ പോയി. ഞാൻ പറഞ്ഞു ഇനി സായിപ്പ കുറെ ദിവസത്തേക്ക് വരുന്നേ ഇല്ല കറങ്ങാൻ പോവാൻ. എന്താണ്, നിന്നെ കൊണ്ട് പോകാൻ പറ്റുമോ കറങ്ങാൻ? ഇല്ലല്ലോ, ഞാൻ തന്നെ വേണ്ടേ. വേറെ ഒരു വിഷമം ഉണ്ടാവില്ല നമുക്ക്. അപ്പൊ ഞാൻ നാളെ പോകുന്നതിന്റെ വീടുകളിൽ ഇവരെ ആഘോഷങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ പോകുന്നതിന് തകർക്കുന്നുണ്ട്, ചിക്കൻ കറികളാക്കുന്നുണ്ട്, ചിക്കനും ബീഫും എല്ലാം തകർക്കലാന്ന് ഇവരിടാം. പായസം ഉണ്ടെന്ന് പറയുന്നത്, പായസം ഉണ്ടെന്ന് പറയുന്നതായിട്ടുണ്ടാ. അപ്പൊ നമ്മുടെ പണിയുടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ലിൻഡൽ വാർപ്പ് കഴിഞ്ഞു കേട്ടാ. ഈ പണിയെടുക്കുന്നതിൻ്റെ ഓരോ ഘട്ടവും വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ഇടുന്നതല്ല നമ്മൾ. ഏതായാലും ഈ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ അകത്ത് പിന്നെ ഏതായാലും ഇതും കൂടി ഒന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ്. നമ്മളിതാ ഈ ലിൻഡൽ വാർപ്പ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഇനി ഇതിൻ്റെ മേലെ കല്ല് വെച്ച് ഇനി അതിൻ്റെ മുകളിൽ വാർപ്പ്, അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എല്ലാം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, സങ്കടം ഉണ്ടാക്കുന്ന വേറൊരു സംഭവം ഇവിടെ നടന്ന് ഞാനിവിടെ ഇല്ലാത്ത സമയത്ത്. വേറെ ഒന്നല്ല, നമ്മുടെ ഈ കാണുന്ന നമ്മുടെ പുതിയ വണ്ടി ഒരാടിന്നലെ കൊണ്ടുപോയിട്ട് വണ്ടി എവിടെയോ മറിച്ചിട്ട് എന്നെല്ലാം പറഞ്ഞ് കാര്യമായിട്ട് വീണിട്ടൊന്നുമില്ല, ചെറുങ്ങനെ വീണെന്നാണ് പറഞ്ഞത്. ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ അന്നേരം തന്നെ വീഡിയോ എടുത്തിട്ട് ഞാനതൊരു വീഡിയോ ആക്കുന്നു കേട്ടോ. പക്ഷെ ഞാൻ സംഭവം അറിഞ്ഞില്ല. അതെപ്പോൾ വീണെന്ന് വെച്ചാൽ അൻവീനെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ റോട്ടിൽ നിന്ന്, നമ്മൾ ഇങ്ങോട്ടേക്ക് കയറുന്ന റോട്ടിൽ നിന്ന് ചെരിഞ്ഞ് വീണു എന്നാണ് പറയുന്നത്. നോക്കുമ്പോൾ ഇതിനകത്ത് അധികം അങ്ങനെയൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ ചെറുതായിട്ടൊരു സ്ക്രാച്ച് കണ്ടാ, ഈ 2-3 കുത്ത് കണ്ടാ, നേരെ കല്ലുമ്മൽ വീണതാണ്. ഇതും ജസ്റ്റ് ഒന്ന് പറയാൻ വിചാരിച്ചു. അത് വീപ്പിച്ചത് ആരാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിന്റെ ഉത്തരവാദിത ഇവിടെ നിൽക്കുന്നുണ്ട്. അത് പറഞ്ഞു കൊടുത്താട്ടെ, എന്ന് പറഞ്ഞു കൊടുത്താട്ടെ. പറയൂ, എന്താണ് താങ്കളുടെ ഒരു അനുഭവം, എങ്ങനെയായിരുന്നു അത് എന്നൊന്ന് പറഞ്ഞാട്ടെ. അൻവിനെ കൊണ്ടാക്കിട്ട് വരുമ്പോ ഒന്ന് ചെരിഞ്ഞു പോയത്. നോക്കുമ്പോ അങ്ങനത്തെ കല്ലല്ല, നിങ്ങളറിയില്ല നമ്മളെ റോഡിന്റെ കാര്യം. അപ്പൊ ആ കല്ല് തട്ടിയിട്ട് കുറച്ചൊരു പണി പറ്റി. ആ സമയത്ത് ഞാനിവിടെ ഇല്ലാണ്ടായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈവായിട്ട് തന്നെ ഞാൻ ആ വീഡിയോ അടക്കം എടുത്തിട്ട് തന്നെ ഞാൻ കല്ലല്ലായോണ്ട് അങ്ങനെ പറ്റില്ല. അല്ലെങ്കിൽ ഒന്നും അങ്ങനെ മണ്ണ് വരങ്ങുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇപ്പൊ 2 കുത്തി ഓട്ടയാക്കിയ 2 സൈഡ് അല്ല, ഒരു സൈഡ് കുഴപ്പമില്ല, അതൊക്കെ സ്വാഭാവികമാണ്. അത്രയും പറ്റിയില്ലെന്നൊക്കെ. ഞാനൊക്കെ എമ്മാതിരി വേറെ വീണിയാണ് ആ എല്ലാം കണക്കിന് ഇതെല്ലാം തോന്നുന്നു. ഇനി അമ്മ പിന്നെ അൻവീനെ കൊണ്ടാക്കാൻ വേണ്ടില്ല, തിരിച്ച് കൊണ്ടാക്കി തിരിച്ചു വരുമ്പോ ചെരിഞ്ഞു പോയത് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല.
പറ്റിയില്ല, എന്റെ മുട്ടിന് ചെറിയ വേദനയുണ്ട്. നാളത്തേക്ക് അറിയാം എങ്ങനെയുണ്ട് ഇത്. ഇവിടുന്ന് കാണുന്ന വിധത്തിലും വീടിൻ്റെ മുകളിൽ പോകാൻ കാണിച്ചു തരട്ടെ. ഇവിടുന്ന് അത്രയേ കാണും. ബേക്കോട്ട് പോകാൻ പറ്റില്ല. ബേക്കിൽ പോയാൽ ഇവിടെ അടിയാണ്. താഴോട്ട് ഒറ്റ പോക്കായിരിക്കും. വേറെന്തോ ഒരു ആവശ്യത്തിന് വാങ്ങിയ കുടയാണ്. ഇത് ആരുടെ ബുദ്ധിയാണെന്ന് അറിയില്ല. വണ്ടിക്ക് വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി കുടയുടെ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇതാരുടെ ബുദ്ധിയാ? അച്ഛനായിരിക്കും. നിനക്ക് എത്ര വയസ്സാടെ പറയടാ? വയസ്സായില്ല. അല്ല, എത്ര മാസമായടാ? ആലോചിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ എച്ചുവിട്ടന്റെ 6 മാസമായി കേട്ടോ. 6ാമത്തെ മാസം തുടങ്ങിയിരിക്കുകയാണ്. അര വയസ്സായി കേട്ടോ. ഈ ആശാനി ഇതാ അര വയസ്സ് പറയാനായി. ഓ അതിന്റെ അഹങ്കാരാ ഊയ്യനപ്പാ. ഓ വയസ്സിന് നമുക്ക് അതായത് പിന്നെ 6 മാസം എന്ന് വെച്ചാല് നമ്മള് ചോറ് കൊടുക്കേണ്ട ടൈം ആയി കേട്ടാ. ഇന്നലെ മിഞ്ഞാന്നങ്ങാറ്റാന്ന് ആയേ 6-ാം തീയതി അല്ലേ? ഇന്നലെ അതായത് ഈ വീഡിയോ എടുക്കുന്ന തലേ ദിവസമാണ് 6ാം മാസം ആയത്. അപ്പൊ 6ാം മാസം കഴിഞ്ഞിട്ടാകുമ്പോൾ എപ്പം വേണമെങ്കിലും ചോറ് കൊടുക്കുന്ന പരിപാടി 6ാം മാസത്തിലാന്ന് കൊടുക്കണ്ടെന്ന് അറിയാം. അപ്പോ നോക്കുമ്പോ പക്ഷെങ്കിൽ ഇവർക്കൊക്കെ ഒരേ നിർബന്ധം, ഞാനുള്ള ടൈമിന് അല്ലാണ്ട് ചോറ് കൊടുക്കുന്ന പരിപാടി വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് നാളെ എനിക്ക് അത്യാവശ്യമായിട്ട് പോകാനും ഉണ്ട്. അപ്പൊ ഞാൻ പോയി വന്നിട്ട് മതി എന്ന് പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ഇന്നോ നാളെ ആയിട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. 6 മാസം കഴിഞ്ഞ പാട് പോരാ. അങ്ങനെ പോരാ മന. അപ്പനില്ലാണ്ട് അപ്പനില്ലാതെ എന്ത് ചോറ് കൊടുക്കൽ. അപ്പൊ അതും കൂടി ഇനി വരാനുണ്ട് കേട്ടാ. 6ാം മാസത്തിലെ ചോറ് വേണം, അതും കൂടി വരാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോഷൂട്ട് അത് ഞാൻ തന്നെ വേണം. ഇനി അന്ന് 3 നെയ്തിട്ടാക്കിയവർ ഇന്ന് 6 നെയ്തിട്ടാക്കും. വേറെ ഒന്നും മാറ്റൊന്നും വരാനില്ല. നമുക്ക് വേറെ ഒന്നും ചെയ്യാനല്ല മോനെ. അപ്പൊ നമുക്ക് ഇനി അതിന്റെ ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാ പരിപാടിയും ഉണ്ട്. ഇത് ചെയ്യാനാ ആകെ ഒരു ദിവസവും ഉണ്ട്. എല്ലാ പരിപാടിയും ചെയ്യണമെന്ന് വെച്ചാല് കാര്യൊന്നും വേണ്ട. കാര്യന്നപ്പ ഇങ്ങനെ ഞാൻ പോയി 2 ആഴ്ച വരൂലേ? എന്താണ് ഇതൊക്കെ എത്ര കണ്ടതാണല്ലേ? പക്ഷെ നമുക്ക് സങ്കടം ഉണ്ട് കേട്ടോ. അമ്മയുടെ മാറി നിന്നിട്ട് സങ്കടത്തോടെ ഇങ്ങനെ മോൻ അയ്യോ ആ സങ്കടത്തോടെ ഇരിക്കുന്ന കേട്ടോ. ശരിക്കും ഡെയിലി വന്നു പോകുന്നതുകൊണ്ട് പിന്നെ അല്ലേ പിന്നെ ഉണ്ടാവില്ല. എവിടെയോ പോക്കാവൂ ഒരു വണ്ടിയെല്ലാം എടുത്തിട്ട്. ഇപ്പൊ വണ്ടിയിൽ കയറ്റി എത്തിച്ചിട്ട് ഞാൻ പുറത്തുനിന്ന് ലോക്കാക്കി. ഇപ്പൊ എങ്ങനെ ഇറങ്ങണം എന്നറിയാണ്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടായുള്ളത്. ലോക്കായി പോയ ഉള്ളിലേ തണുപ്പാ. എസിന്റെ കാറ്റുള്ളായിട്ട് ഞാൻ എന്റെപ്പാ. നമ്മളിവിടെ വെയിലത്ത് ഇങ്ങനെ ചൂടെടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ 2 എണ്ണം കൂടിയിട്ട് വേറെ നല്ല വണ്ടിയിൽ ഇരുന്നിട്ട് AC ഓൺ ആക്കിയിട്ടാണ് ഇരുന്നട്ടെ. എൻ്റെ എണ്ണ മൊത്തം തീർക്കാൻ വേണ്ടിയിട്ട്. അതാ ഒരാള് ഇത്തലം കണ്ട പേർക്ക് എവിടെയോ അങ്ങ് പോവാൻ പോക്കാന്ന്. വേഗം തന്നെ പോയി കയറ്റും. ആ സുഖല്ലേ AC ഓൺ ആക്കിയിരിക്കേ. അത് ഇവള് മനഃപൂർവ്വം അങ്ങോട്ടേക്ക് ആക്കാത്തയാമേ എല്ലാം മുമ്പിൽ കിട്ടാൻ വേണ്ടിട്ട്. കണ്ടാ റൈഡർ കേശുവാണ്. ഞാനിങ്ങനെ ബേക്കിൽ ഇരുന്നിട്ടുണ്ട്. നമ്മളങ്ങനെ അനിമീനെ കൂട്ടാൻ വേണ്ടിട്ട് ഇറങ്ങുന്നതാണ്. വീടിന്ന് ഇറക്കി കൊടുത്താലേ എനിക്ക് എടുക്കാനാവും. അത് ശരി. ഇപ്പൊ അങ്ങനെ പാവ അമ്മ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഷീറ്റെല്ലാം അടിച്ചിട്ട് അമ്മ ഇങ്ങോട്ട് പോയിക്കോട്ടണേ. അമ്മ ഇങ്ങോട്ട്. അമ്മ വരുന്നു, ഇവള് പോകുന്നു. എന്ത് സംഭവിക്കും? ഒരാള് രാവിലെ തന്നെ പണിയിട്ട് പരിപ്പളക്കി. ഇനി അടുത്തത് നീ എന്നാ പണിയെടുക്കുന്ന കിക്കറടിക്കാൻ നോക്കുന്നത്. ഇനി കിക്കറൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു ഇന്ന് സ്റ്റാൻഡല്ലോട്ടിനി എന്തിനി നീ ഒന്ന് സത്യം പറയുവാ. അങ്ങനെയൊക്കെ നീ വണ്ടി ഞാൻ എടുത്തോളാം. നീ നടന്നു വന്നാൽ നീ എന്നെ നടത്തിച്ചിട്ട് നീ വണ്ടിയിലിരിക്കണം. പിന്നെ യശോദേ പ്രേമ പതിയെ പോണ, എനിക്ക് ദേശത്തെ വഴി അറിയില്ല.
ബ്രേക്ക് അൻവിനെ കൂട്ടാൻ വണ്ടിയെല്ലാം എടുത്തിട്ട് മേമ 100-110 വന്ന് നോക്കുമ്പോ നീ നടന്നു വരുത്താ നിങ്ങളെടുത്തോ ഇനി അത്രക്കെല്ലാം റിസ്ക് എടുക്കണ ഇനി ഞാനെടുത്താ പോരാ വണ്ടി ആ എല്ലാവർക്കും സന്തോഷമുള്ളൂ പോലും ഞാൻ പോകുന്നു. അല്ല അമ്മക്ക് സങ്കടമില്ല മീസായപ്പോ കൊറേ ദിവസം പോയാല് കറങ്ങാൻ എങ്ങനെ പോലെ ഇപ്പൊ അത് കാണാൻ നമുക്ക് ഞാൻ പോയിട്ടാകുമ്പോ പിന്നെ വൈകുന്നേരം ആകുമ്പോ ഇവൻ സങ്കടം വന്നിട്ട് എപ്പൊ ചോദിക്കും കേട്ടോ നീ പോയാലും സായിജാപ്പനിൽ നിന്ന് വരുമോ സായിജാപ്പനിൽ കേട്ടോ അതാണ് എന്റെ അമ്മയുമായിട്ട് സ്നേഹം. ഡ്യൂട്ടിക്ക് പോയി ചോദിക്കില്ലേ വെറുതെ തട്ടി അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല പറയാൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാണ്. സങ്കടം കൊണ്ട് ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. അത് എല്ലാവരും വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഇവനാണ് ശരിക്കും സങ്കടം ഇവക്ക് കുറച്ചുണ്ട് ഇവനാണ് ശരിക്കും സങ്കടം അന്റി അതാ സങ്കടം വന്നിട്ട് അന്റി സങ്കടം വന്നിട്ട് ഇതാ പോണ അന്റി സങ്കടം വന്നിട്ട് വണ്ടിയിൽ അങ്ങനെ ഓത്തന്റെ കാര്യമുള്ളൂ 15 ദിവസത്തേക്ക് ഞാൻ ഇവിടുന്ന് പോക്കാന്ന്. അപ്പൊ പിന്നെ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഒരത്രം പ്രവർത്തിക്കാൻ ഇവിടെ ഇവർ 2-3 ആളേ ഉള്ളൂ. അപ്പോ നമ്മുടെ ചാനലിന്റെ ഇതാണ് എന്റെ ബാധ്യതയുടെ ലിസ്റ്റും തീർക്കേണ്ട കടങ്ങളും എല്ലാം കൂടി ഞാനിതാ ഇവിടെ ഏൽപ്പിക്കലാണ്. ഇനി എല്ലാം നീ വേണം നോക്കി നടക്കേ. ഇനി നിങ്ങൾ കണ്ടോ എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നത്. ഒരാള് വീഡിയോ എടുക്കാൻ വേണ്ടോ അപ്പുറത്തുനിന്ന് ഇതാ ഒരാൾ ഇവിടെ വീഡിയോ കോൾ നോക്കി ഇങ്ങനെ നിൽക്കതാ. ആക്ടർ റെഡിയാണ്, ആക്ട്രസ് റെഡിയാണ്, ആക്ട്രസ് 2 റെഡിയാണ്, വീഡിയോഗ്രാഫർ ആൻഡ് എഡിറ്റർ റെഡിയാണ്. എടുക്കുന്ന ആൾക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട്. ഇനി ഓന്റെ കട ഇവളെ കൂടി കേൾക്കട്ടെ ശരിയായില്ല ഒന്നും കൂടി ഒന്നും ശരിയാക്കിയ പോരെ പ്രശ്നം തീർന്നില്ലല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ ഞാൻ പോകുന്നതാണ്. ഒരു 1-2 ആഴ്ചത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ പോയി വന്നിട്ടാകുമ്പോൾ പറയാം നമ്മൾ എന്താണ് പോയി വന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോയിൽ തന്നെ മനസ്സിലാവും ഞാൻ എവിടെയാണ് പോയിന് എങ്ങനെയാണെന്നുള്ള ഈ കാര്യത്തിൽ തന്നെ മനസ്സിലാവും. പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയാത്തത്. നിങ്ങൾക്ക് ചെറിയൊരു ക്ലൂ ആയിരിക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാട്ടെ ഞാൻ എവിടെയാണ് പോകുന്നത് എന്നുള്ളത്. കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ വീഡിയോ അതന്നെ ആയിരിക്കും. ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ഒരു 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 ത്രില്ലുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പം പറയാത്തത് എവിടെയാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം. കുറച്ച് ദിവസത്തെ പരിപാടി കഴിഞ്ഞിട്ട് കാണാം. ഇനി ഇവർ ഷോർട്സ് ഇവരെന്നെ എടുക്കും ഇവരെന്നെ എഡിറ്റ് ചെയ്യും എന്നെല്ലാം പറയുന്നുണ്ട്. എങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ വീഡിയോ തട്ടിക്കൂട്ടി ഇട്ടോ